ആളിൻ്റെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സാമ്പത്തിക അവസ്ഥ പരിതാപകരമാണെങ്കിൽ അത് വലിയ വയലൻസിനും പ്രശ്നങ്ങൾക്കും ഒക്കെ കാരണമായേക്കാം. എൻ്റെ ഒരു കണ്ടെത്തലാണ് പറയണത്. എത്ര പേർക്ക് അത് യോജിക്കുന്നുണ്ടെന്ന് അറിയില്ല. കാശുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ മാറി കിട്ടും. എന്ന് വെച്ചാൽ ഒരുപാട് കാശുണ്ടാവുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമുക്ക് കടങ്ങളൊന്നും ഇല്ലാണ്ട് ഓരോ മാസം നമുക്കിങ്ങനെ കടന്നു പോകാൻ പറ്റി വിചാരിക്കുക, വലിയ കടങ്ങളൊന്നും ഇല്ലാണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഈ പ്രഷർ സ്ട്രെസ്സൊക്കെ കുറേയൊക്കെ ഉണ്ട് കുറയും. അപ്പോൾ നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനും ഒക്കെ സാധിക്കും. മറ്റേതെന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ദിവസം രാത്രി കടന്നുറങ്ങുമ്പോൾ അയ്യോ നാളെ EMI ഉണ്ടല്ലോ, നാളെ എങ്ങനെ കാശ് എങ്ങനെ ഉണ്ടാക്കും. ഒരു EMI ആണ് കുഴപ്പമില്ല. നമുക്ക് ഒരു ദിവസം ഇപ്പോൾ നമുക്ക് മൊത്തം സാലറി കിട്ടുന്നത് ഒരു 25,000 അല്ലെങ്കിൽ 30,000 രൂപയാണ് വിചാരിക്കുക. 30,000 രൂപ വരുമാനമുണ്ട്, ഒരു 50,000 രൂപ ചിലവുണ്ടെങ്കിൽ അവസ്ഥ ഹോസ്പിറ്റൽ കേസ് ഒക്കെ ഉണ്ട് വിചാരിക്കുക. ഭയങ്കര പ്രഷറായിരിക്കും. ഇത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പറയുന്നത് ഭയങ്കര പ്രഷറായിരിക്കും. ഇത് ഡിവോഴ്സിൻ്റെ കാര്യമില്ല കേട്ടോ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അല്ല പറയുക. ഇങ്ങനെ സാമ്പത്തികം നമ്മൾ ഭയങ്കര പ്രഷറായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ സംസാരിക്കാൻ പോലും പലപ്പോഴും നമുക്ക് പറ്റണമെന്നില്ല. അപ്പോൾ പല കുടുംബങ്ങളും ശിഥിലമാക്കുന്നത് ഇങ്ങനെ സാമ്പത്തികമായ പ്രശ്നം കൊണ്ടാകുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഒരു പാർട്ട്ണറോട് അവർ സംസാരിക്കാനുള്ള ഒരു സമാധാനം അവർക്ക് കിട്ടില്ല. അപ്പോൾ അപ്പുറത്തുള്ള ആളെന്ന് വിചാരിക്കുക എന്നോട് പണ്ടത്തെ പോലെ സ്നേഹമില്ല, എന്നോട് സംസാരിക്കുന്നില്ല, എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല, അല്ലേ? എന്തിന് ഒരുമിച്ചുള്ള ഇൻറ്റിമസി ഇതിനെ പോലും ഇത് ബാധിക്കും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പല ആളുകളും എന്താ വെച്ചാൽ എത്രത്തോളം സ്നേഹം ഉണ്ടെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും ഒരുമിച്ച് ഇരിക്കുന്ന സമയത്ത് പരസ്പരം അപ്രീഷിയേറ്റ് ചെയ്യുക, ഉള്ളിലുള്ള കാര്യങ്ങൾ സംസാരിക്കുക, അതുപോലെ ഫിസിക്കലായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അല്ലേ? ലവ് മേക്കിങ്, ഈ സാധനത്തിനൊക്കെ ഇത് ബാധിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് മാരേജ് എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടുള്ള ഡിസയേഴ്സിന് അതേപോലെ ഇമോഷണലായിട്ടുള്ള ഒരു ഡിസയേഴ്സിന് ഇതൊക്കെ ഷെയർ ചെയ്യണം, ജീവിതം അടിച്ചു പൊളിക്കാനുള്ള ഇങ്ങനെയൊക്കെ സംഭവം, അല്ലേ? എങ്ങനെയൊക്കെ പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇതിൽ സാമ്പത്തികം ഇല്ലെങ്കിൽ കാശ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതായിരിക്കും പലപ്പോഴും ചെയ്യുന്നത്. അതിൽ സ്ട്രെസ്സായിരിക്കും, ടെൻഷനായിരിക്കും. EMI അടച്ചില്ലെങ്കിൽ അതിൻ്റെ ഫൈന്, അതേപോലെ കാശില്ലെങ്കിൽ ആ കാശ് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ആരാണ് നമുക്ക് കാശ് തന്നത് അവരെ വായിലിരിക്കണതൊക്കെ നല്ല പ്രഷറായിരിക്കും, അല്ലേ? അത് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് അത് മനസ്സിലാവും. നമ്മളൊക്കെ അത് അനുഭവിച്ചിട്ടുണ്ട്. ഭയങ്കര പ്രഷറാവും, സ്ട്രെസ്സായിരിക്കും. ഇപ്പോൾ വൈകുന്നേരം ഒരു 20,000 രൂപ വേണമെന്നുള്ളൊരവസ്ഥയിൽ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കാശില്ലാണ്ടെങ്കിലും ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. ആ സമയത്ത് ചിലപ്പോൾ 500 രൂപയ്ക്കാവും ഒരു കാര്യം ഇവിടെ ഇപ്പുറത്തുണ്ടായിരിക്കുക. ആ 500 രൂപ പക്ഷേ ഇവിടെ ഉണ്ടാവില്ല. ചിലപ്പോൾ ആ സമയത്ത് വണ്ടി കേടായിരിക്കും, പെട്രോൾ അടിക്കാൻ പൈസ ഉണ്ടാവില്ലായിരിക്കും. ആ സമയത്ത് കുറേ ചെറിയ ആവശ്യങ്ങൾ ഇപ്പുറത്തുണ്ടായിരിക്കും. അപ്പോഴേക്ക് അരി കഴിഞ്ഞിട്ടുണ്ടാവും, ഇതൊന്നും അത് വാങ്ങാനുള്ള പൈസ ഉണ്ടാവില്ല, കറണ്ട് ബില്ല് അടഞ്ഞാൽ പൈസ ഉണ്ടാവില്ല. ഇതൊക്കെ അതായത് ആ സമയത്ത് ഇവിടെ അതിൽ എടുക്കാനുണ്ടാവില്ല. ആ സമയത്ത് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞാലാണ് വലിയൊരു എമൗണ്ട് നമുക്ക് വരുന്നുണ്ടായിരിക്കുക. ഇത് അയ്യോ കള്ളപ്പണം അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ച്. ആ സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ വേറെ ആരെങ്കിലും കടം ചോദിക്കുകയോ അല്ലെങ്കിൽ ഫണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കില്ല, വേണ്ട സമയത്ത് കിട്ടുന്നുണ്ടായിരിക്കില്ലായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നത് കാശില്ലെങ്കിൽ ഇവിടെ നടക്കില്ല, സേവിങ്സ് ഇല്ലെങ്കിൽ ഇവിടെ നടക്കില്ല, ജീവിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ 2 പേർക്കും ജോലി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ദിവ്യ ശ്രീധർ ക്രിസ് വേണുഗോപാലിനെ കല്യാണം കഴിച്ചത് സാമ്പത്തികം നോക്കിയിട്ടാണ് എന്നൊക്കെ ആൾക്കാർ